ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ദ ചോസണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൃത്യമായ സ്വാഗതം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനം ഹൃദയത്തോട് ചേർത്ത് വെച്ച് കുടുംബത്തിലെ ഏക ആൺകുട്ടി ആയിരുന്നിട്ട് പോലും തൻ്റെ ദൈവവിളിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൗരോഹിത്യത്തിന്റെ നിറവിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിൻസ് ഞാണക്കിൽ അച്ഛൻ നമ്മോടൊപ്പം ചേരുന്നു. അച്ഛൻ, ഗുഡ്നസ് ടിവിയിലേക്ക് പ്രത്യേകം സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത് എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് കീഴിൽ വരുന്ന മഞ്ഞപ്ര മാർസ്ലീവ ഫൊറോന പള്ളിയിലാണ്. എങ്ങനെ പോകുന്നു ശുശ്രൂഷ ജീവിതം? വളരെ ഭംഗിയായി പോകുന്നു. വളരെ ശാന്തമായ ഇടവകയാണ്, വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ അച്ഛൻ കുടുംബത്തിലെ ഏക ആൺകുട്ടി അല്ലേ? അതെ, ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായി കാണും. കാരണം പാരന്റ്സ് ഫുള്ളി സപ്പോർട്ട് ചെയ്യണമെന്നില്ല. കാരണം ഏക ആൺകുട്ടിയാണ്. ഇനി ആ ഒരു പരമ്പരയൊക്കെ മുന്നോട്ട് പോകേണ്ടത് അച്ഛനിലൂടെയാണ്. ആ ഒരു വെല്ലുവിളിയൊക്കെ എങ്ങനെയാണ് അച്ഛൻ അതിജീവിച്ചത്? സത്യം പറഞ്ഞാൽ എൻ്റെ ജനനം പോലും ഒരു അത്ഭുതമായിരുന്നു. കാരണം അപ്പൻ്റെ വീട്ടിൽ അവർ 5 മക്കളാണ്, 3 ആണ്, 2 പെണ്ണും. അതിൽ 3 പേപ്പർമാർക്കും വല്യപ്പച്ചനും എല്ലാം പെൺകുട്ടികളാണ്. അപ്പോൾ അമ്മച്ചി ആദ്യം പ്രസവിച്ച ചേച്ചിയാണ്, പെൺകുട്ടിയായിരുന്നു. അപ്പോഴും അപ്പൂപ്പന് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം മക്കൾക്ക് ആർക്കും ആൺകുട്ടികൾ ഉണ്ടാവുന്നില്ല, തലമുറ കൊണ്ടുപോകാൻ ആരുമില്ല. അമ്മച്ചി വളരെ ഔസേപിതാവിൻ്റെ ഭക്തിയായിരുന്നു. അമ്മച്ചിയുടെ ഇടവക ഔസേപിതാവിൻ്റെയാണ്, എൻ്റെ ഇടവക ഔസേപിതാവിൻ്റെ ഇടവകയാണ്. അപ്പം അമ്മച്ചി ഔസേപിതാവിൻ്റെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. രണ്ടാമത്തെ ക്യാരിങ് ആയപ്പോൾ എനിക്ക് അൽത്താരുടെ വലതുവശത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞിനെ തന്നോന്ന് അമ്മച്ചി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജനിക്കുവാണെങ്കിൽ ജോസഫ് എന്ന് പേരിടാമെന്ന് അമ്മച്ചി നേർന്നിരുന്നു. അങ്ങനെയാണ് 1994 മാർച്ച് 12 ഞാൻ ജനിക്കുന്നത്. ഔസേപിതാവിൻ്റെ മാസം തന്നെയാണ് ഞാൻ ജനിക്കുന്നത്. അന്ന് ആൺകുട്ടിയാന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു വീട്ടുകാർക്കായാലും. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷിച്ച സമയത്താണ് മാമോദീസയുടെ സമയം വരുന്നത്. ആ സമയത്ത് അമ്മച്ചി പറഞ്ഞു കൊച്ചിൻ്റെ പേര് ജോസഫ് എന്നാണ് ഇടണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പൻ എൻ്റെ ഇത് സമ്മതിക്കുന്നില്ല, കാരണം അപ്പൂപ്പൻ്റെ ദേവസേനാണ്. അപ്പോൾ പരമ്പരാഗതമായിട്ട് അപ്പൂപ്പൻ്റെ പേരാണ് ആൺകുട്ടിക്ക് ഇടേണ്ടത് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളും വാക്കുതർക്കവും ബഹളമൊക്കെ ഉണ്ടായിരുന്നു കൊച്ചിൻ്റെ പേരിടുന്നതിനെ കുറിച്ചിട്ട്. അപ്പം അമ്മച്ചി ശാഠ്യം പറഞ്ഞു, എന്തൊക്കെയാലും ജോസഫിന് ഇടത്തുള്ളൂ, ഞാൻ നേർന്നുണ്ടായ കുഞ്ഞാണ്. അങ്ങനെയാണ് ജോസഫിന് പേരിടുന്നത്. എൻ്റെ കുടുംബത്തിൽ ആർക്കും ജോസഫിന് പേരില്ല. അങ്ങനെ മാമച്ചി പേര് ജോസഫിന് ഇട്ടു. അതൊരു ആദ്യമായിട്ടൊരു ആൺകുട്ടി ഉണ്ടായതിൻ്റെ സന്തോഷത്തിൽ തന്നെ എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് വളർത്തിയത്. എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ്. രാവിലെ ചെറുപ്പം മുതലേ അപ്പനമ്മ പള്ളിയിൽ കൊണ്ടുപോകായിരുന്നു. ചെറുപ്പം മുതൽ പിന്നീട് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന പ്രായത്തിലും എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. സംഘടനകളൊക്കെ പ്രവർത്തിക്കും. ഇപ്പം ചെറുപ്പം മുതലേ പള്ളിയുടെ മുൻവശത്ത് നിൽക്കുമ്പോൾ തന്നെ കുർബാന ഭക്തിയോടെ നിൽക്കാനും, അച്ഛന്മാർ പോകുമ്പോൾ ആ കാപ്പമേത്ത് മുട്ടുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അപ്പം അന്നൊരു ആഗ്രഹിച്ചു, എനിക്കൊരു അച്ഛനാണെന്ന ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വളരുമ്പോൾ ചിലപ്പോൾ അത് വലുതാകുമ്പോൾ അത് എന്താണെന്ന് നമുക്ക് അറിയത്തൊന്നുമില്ലെങ്കിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവായിരുന്നു അച്ഛനാണോ എന്നുള്ളത്. അങ്ങനെ ആദ്യമായിട്ട് 10ാം ക്ലാസ് കഴിയുമ്പോഴാണല്ലോ ദൈവവിളി നമ്മൾ കണ്ടുപിടിക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നു അമ്മച്ചി ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അച്ഛനാ പോകണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വെച്ചു. അപ്പം അമ്മച്ചി പറഞ്ഞു എന്നോട് നീ പറയണ്ട, പോയിട്ട് അപ്പാപ്പനോട് പറഞ്ഞോളാം പറഞ്ഞു. കാരണം പുള്ളിക്കാരനാണല്ലോ എല്ലാം നോക്കിക്കൊണ്ടിരുന്നത് തറവാട്ടിൽ. അപ്പാപ്പനോട് പറഞ്ഞപ്പോൾ അപ്പാപ്പൻ പറഞ്ഞു എന്ത് സമ്മതിക്കില്ല. അവിടെ കൃഷി സമൂഹം ആയതുകൊണ്ട് തന്നെ അവിടെ പുല്ലറിയുന്ന വെട്ടുകത്തി ഉണ്ടായിരുന്നു. ബാപ്പനത് കാണിച്ചിട്ട് പറഞ്ഞു നീ അങ്ങനെ സിനിമയിൽ പോയി കഴിഞ്ഞാൽ തന്നെ വെട്ടിക്കൊല്ലുമെന്ന് പറയാണ്. നമ്മളെ 10ാം ക്ലാസ്സിലെ പയ്യനായതുകൊണ്ട് അന്ന് പേടിച്ച്. സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? സീരിയസ് ആയിട്ടാണ് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് അന്ന് പേടിച്ച് ഞാൻ പോയില്ല, സിനിമയിൽ പോയില്ല, ചേർന്നില്ല, ക്യാമ്പിനും പോയില്ല. അത് കഴിഞ്ഞ് +1 ആയപ്പോഴത്തേക്കും അവിടെ ഒരു വൊക്കേഷൻ ക്യാമ്പിന്റെ നോട്ടീസ് പള്ളി വന്നു. ഒന്ന് വികാരച്ചൻ പറഞ്ഞു നമ്മുടെ പള്ളിയിൽ നിന്ന് അച്ഛന്മാർ ആരും ഇല്ല. അന്ന് ഞങ്ങളുടെ പള്ളി 50 കൊല്ലമായിട്ട് ആരും ഇല്ല, പള്ളിയിൽ നിന്ന് അച്ഛന്മാർ ആരും ഇല്ല, ബ്രദേഴ്സും ഇല്ല. അച്ഛൻ പറഞ്ഞു നിങ്ങൾ ചുമ്മാ പോയിട്ട് വാ. എന്റെ സ്വന്തം ഇടവക തുതിയൂർ ഇടവകയാണ്, സെന്റ് ജോസഫ് ചർച്ച് തുതിയൂർ, കാക്കനാട് അടുത്താണ് ഇടവക. അപ്പോൾ വികാരച്ചൻ പറഞ്ഞു നിങ്ങൾ ചുമ്മാ പോയിട്ട് വന്നാൽ എന്നെയും എൻ്റെ കൂട്ടുകാരനെ വിടുവാണ്. ഞങ്ങളോർത്തേക്ക് ഒരു എക്സ്പോഷർ ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ അവന് ക്യാമ്പിന് പോയി. 3 ദിവസം ക്യാമ്പൊക്കെ അടിച്ചു പൊളിച്ചു. അപ്പോഴും ദൈവവിളി ഉണ്ടോയെന്ന് വെച്ചാൽ കിട്ടിയോന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞങ്ങൾ ക്യാമ്പ് അങ്ങോട്ട് ചേർന്നിട്ട് ഞാൻ ക്യാമ്പ് എവിടെയായിരുന്നു? നമ്മുടെ തൃക്കാക്കര മൈനസിലായിരുന്നു, രൂപതര ക്യാമ്പ് തന്നെയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോൾ വികാരച്ചൻ പറഞ്ഞു പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നാൽ അടിച്ചു പൊളിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ അടിച്ചു പൊളിച്ച് തിരിച്ചു പോന്നു. അപ്പോഴും അപ്പം എൻ്റെ ചിന്ത എന്ന് പറയുന്നത് എന്നെക്കാളും ഭക്തി വിശുദ്ധി അവന് കൂടുതലുണ്ട്. അപ്പോൾ അവൻ അച്ഛനായിക്കോട്ടെ, ഞാൻ ആകുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പിന്നെ +2 ആയപ്പോഴത്തേക്കും വീണ്ടും ഒരു തോന്നൽ വന്നു അച്ഛനാകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പോയിട്ട് അമ്മച്ചിയോടാണ് എല്ലാ കാര്യം കൂടുതൽ പറയാറ്. അമ്മച്ചിയോട് പറഞ്ഞു
അപ്പം അമ്മച്ചി പറഞ്ഞു ഈ പ്രായത്തിലുള്ള ചിന്തയാണ് മോനെ, വലിയ കാര്യമായിട്ട് എടുക്കേണ്ട, അത് കുറച്ച് മാറിക്കോളൂ എന്ന് പറഞ്ഞു അന്ന് അമ്മച്ചി എതിർത്തു. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് ഞാൻ ജോയിൻ ചെയ്തു. ബികോം ഭാരതമാത കോളേജിലാണ് പഠിച്ചത്. ആ സമയത്ത് ഞാൻ ഓൾറെഡി ഡ്രോപ്പ് ചെയ്ത് ഈ ഒരു ചിന്ത തന്നെ മാറ്റി വെച്ചു. പിന്നെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു അധ്യാപകനാണോ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ബികോം കഴിഞ്ഞ് എംകോം ചെയ്യണം, നെറ്റ് ക്ലിയർ ചെയ്യണം, അങ്ങനെല്ലാം സ്വപ്നങ്ങൾ അങ്ങനെയായി. അതുകൊണ്ട് സ്റ്റഡീസ് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചു. അപ്പോൾ HOD ആയാലും വളരെ ഇഷ്ടമായിരുന്നു, കാരണം ഒരു അധ്യാപകനാകുന്ന കുട്ടികളുടെ ടീച്ചർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് മിസ് സ്പെഷ്യൽ നോട്ട്സ് ഒക്കെ തരുമായിരുന്നു, പിന്നെ ടീച്ചിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ തരും. അപ്പോൾ ഇപ്പോഴേ പഠിച്ച് പ്രിപ്പയർ ചെയ്യാൻ മിസ് പറയുമായിരുന്നു. അങ്ങനെ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിരുന്നു സ്റ്റഡീസിലെല്ലാം. അത് കഴിഞ്ഞ് ബികോം ലാസ്റ്റ് ഇയറിലെ കോളേജ് ടൂറെല്ലാം കഴിഞ്ഞ് വന്ന സമയത്താണ് പെട്ടെന്നൊരു ചിന്ത വരുന്നത്, സെമിനാരിൽ പോകണമെന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം പിന്നെയും പോയി പ്രാർത്ഥിച്ചു. പിന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം വരേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഡിഗ്രി കഴിഞ്ഞ് ബാക്കി എല്ലാം എൻ്റെ സെറ്റാണ്. ടൂർ കഴിഞ്ഞിട്ടാണ് ടൂർ കഴിഞ്ഞത് കോളേജ് ലൈഫ് എല്ലാം കഴിഞ്ഞ ആ ഒരു ലാസ്റ്റ് സെമിന് എക്സാം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെ ചിന്ത വരുന്നത്. ഞാൻ വീട്ടിൽ വിട്ട് അമ്മച്ചോട് പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ ഒരു ആഗ്രഹം വരുന്നുണ്ട്. അമ്മച്ചി മോൻ കാര്യമായിട്ട് കണ്ടത് ചുമ്മാതാണെന്നെല്ലാം പറഞ്ഞു വെച്ചു. ആ സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കൺവെൻഷൽ ബ്രദർ ഞങ്ങളുടെ ഇടവകപ്പള്ളി വരുന്നത്. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് കൺവെൻഷൽ ബ്രദർ, കോൺഗ്രിഗേഷൻ ആണ് ആള്. അപ്പം അന്ന് അദ്ദേഹം വരുന്നത് ഈ ദേവളൂർച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിൽ. കാരണം നമ്മൾ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തെ. അദ്ദേഹം ഇങ്ങോട്ട് വരികയായിരുന്നു ചെയ്തത് പള്ളിയിലേക്ക്. വികാരിച്ച അനുഭവത്തോട് പള്ളി വരുന്നു, ക്ലാസ് എടുക്കുന്നു. ഞാൻ കാറ്റഗറിസം പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പം ഞാൻ കാറ്റഗറിസം അധ്യാപനമായതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് അച്ഛനോട് ഇരുന്നോളാൻ പറഞ്ഞു. ഏത് ക്ലാസ് ആയിരുന്നു കാറ്റഗറിസം? ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, പിന്നെ 4ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് പിന്നെ 4ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ കുട്ടികൾ അവിടെ ഇരിക്കുന്നു, ക്ലാസ് കേൾക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം അച്ഛനാണോ. അപ്പോൾ പുള്ളിക്കാരൻ ലീഫ്ലെറ്റ് എല്ലാം നന്നായിരുന്നു. അപ്പോൾ കുട്ടികളാരും മേടിച്ചില്ല, ഞാൻ ലീഫ്ലെറ്റ് മേടിച്ചു. എന്നിട്ട് ഉച്ച കഴിഞ്ഞ് കാറ്റഗറിസം മീറ്റിംഗ്, ടീച്ചേഴ്സിൻ്റെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് അമ്മച്ചിയോട് വിട്ട് പറഞ്ഞു, അമ്മച്ചി എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടോയെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു ലീഫ്ലെറ്റ് കിട്ടുന്നു. അപ്പോൾ അമ്മച്ചി ഫസ്റ്റ് തന്നെ അത് മേടിച്ച് കീറിക്കളയാണ്. അമ്മച്ചി ഇറച്ചിക്കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയത്താണ് കൊണ്ടുപോയി കൊടുക്കണേ. അപ്പം അമ്മച്ചി വഴക്കൊണ്ട് അത് കീറിക്കളയാണ് ആ സാധനം. അപ്പം ഞാൻ അമ്മച്ചി എന്ത് പണിയാണ് കാണിച്ച് അങ്ങനെ ചെയ്യാൻ, അമ്മച്ചി കളഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടുമെന്നൊക്കെ പറയാം. അങ്ങനെ ഞാൻ ഈ അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡിഗ്രിയുടെ എക്സാം കഴിഞ്ഞിട്ട് വാ, ക്യാമ്പ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രൂപത്തെ ചേരാൻ തീരുമാനിച്ചിട്ടില്ല, കോൺഗ്രിഗേഷൻ ആയിരുന്നു എനിക്ക് അന്ന് താല്പര്യം ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെമിനാരിൽ അന്ന് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി സെക്രട്ടറി കൂടിയായിരുന്നു എൻ്റെ ഇടവപ്പള്ളിയിൽ. ബികോം പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാത്തിലും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കൊച്ചു ഇടവകയാണ്, 160 വീട്ടുകാരാണ് ഞാൻ സെമിനാരിൽ പോകുമ്പേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും സംഘടനയിലെല്ലാം ഇപ്പോൾ CLCയുടെ ആയാലും അൾത്താര സംഘം CLCയുടെ എല്ലാം പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ യൂണിറ്റ് വിഭജിച്ച് പുതിയൊരു യൂണിറ്റ് വരികയാണ്. അപ്പം അന്ന് ഞാൻ സെക്രട്ടറി ആയതുകൊണ്ട് പുതിയ യൂണിറ്റ് ചെല്ലുമ്പോഴേക്കും നമ്മുടെ ജസ്റ്റിൻ കൈപ്പറമ്പാടൻ എന്ന അച്ഛൻ, നമ്മുടെ രൂപതയിൽ അച്ഛനാണ് വന്നിരിക്കുന്നത് ഗസ്റ്റായിട്ട്. അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, സെമിനാറിലെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അച്ഛന് സ്ഥിരം ഞങ്ങളുടെ പള്ളി വരുന്ന ആളാണ്. അപ്പം അച്ഛൻ പറയടാ നീ പേടിക്കണ്ട, നീ ക്യാമ്പ് ഞാൻ വികാരിച്ചോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് വികാരിച്ചനെ വിളിപ്പിക്കുകയാണ്. ജിൻസ് എന്നെ ഒന്ന് കാണുന്നത്. പൊതുവെ അച്ഛൻ അങ്ങനെ വിളിക്കാറില്ല, ഞങ്ങളങ്ങനെ അൾട്രാസൗണ്ട് വിളിക്കാറൊന്നുമില്ല. അച്ഛൻ നമ്മൾ സ്നേഹത്തോടുകൂടി വിളിച്ച് ചായ തരുന്നു, ഭക്ഷണം തരുന്നു. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അപ്പം എന്നിട്ട് അച്ഛൻ സെമിനാരിൽ പോകാൻ ആഗ്രഹം ഉണ്ടോ എന്ന് നോക്കിയാണ്. ഞാൻ പറഞ്ഞു ആഗ്രഹം ഉണ്ട് അച്ഛാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ചോദിച്ചു എവിടെ പോകാൻ താല്പര്യം എന്ന് വെച്ചാൽ, അച്ഛൻ എനിക്കൊരു കൺവെൻഷൻ അല്ലെങ്കിൽ കപ്പൂച്ചിനാണ്, കാരണം എന്നോട് ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാണ്. അപ്പം അച്ഛൻ പറഞ്ഞു ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കാൻ ഏറ്റവും നല്ലത് രൂപത അച്ഛനാവുന്നതാണ്, നീ രൂപതയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കൊല്ലം സെമിനാരിലൂടെ ഞാൻ പോകുന്നത്. 2015 സെമിനാരിൽ പോകുന്നത്. ആ കൊല്ലത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടവപ്പള്ളിയുടെ 50ാം ജൂബിലിയാണ്. പള്ളി സ്ഥാപിതമായിട്ട് 50ാം ജൂബിലി വർഷമാണ് ഞാൻ സെമിനാരിൽ പോകുന്നത്. അതുവരെ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് അച്ഛന്മാരാരുമില്ല. 2015 സെമിനാരിൽ ജോയിൻ ചെയ്യുന്നു. അച്ഛനങ്ങനെ തൃക്കാക്കര മൈനസ് സെമിനാറിലേക്ക് പോകാനുള്ള തീരുമാനമൊക്കെ എടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ പോകാൻ പറ്റില്ല അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ഫാമിലിയുടെ ആ ഒരു സമയത്ത് റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അത് ഞാൻ ഈ തീരുമാനം പറഞ്ഞപ്പോൾ തന്നെ വലിയ എതിർപ്പായിരുന്നു. പപ്പ വളരെ ശാന്തനാണ്. പപ്പ അച്ഛനെ പോലെയാണ്, വളരെ ശാന്തനായിട്ട് മനുഷ്യനാണ്. പപ്പ അങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അമ്മച്ചി എന്ത് ചെയ്ത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം അമ്മച്ചിയുടെ കുടുംബത്തിൽ ഒരുപാട് സിസ്റ്റേഴ്സ് അച്ഛന്മാരുണ്ട്. ഒരുപാട് ദൈവല്യ കുടുംബമാണ് അമ്മച്ചിയുടെ. പുളിക്കൽ കുടുംബമാണ്, ഇവിടെ മഞ്ഞപ്പുറ തവളപ്പാറ ഇടവാംഗമാണ്. എന്നിട്ടും അമ്മച്ചി വളരെ എതിർപ്പായിരുന്നു. അമ്മച്ചി എപ്പോഴും അച്ഛന്മാരെ ഭയങ്കര സ്നേഹിക്കുകയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അച്ഛന്മാരുടെ ജീവിതങ്ങളെല്ലാം അമ്മച്ചിക്ക് അറിയാം. എന്നിട്ടും അമ്മച്ചി ഭയങ്കരമായിട്ട് എതിർത്തു. പക്ഷേ ഞാൻ പറഞ്ഞു അമ്മച്ചി പോയേ പറ്റൂന്ന് പറയുന്നു. പക്ഷേ എതിർപ്പായിരുന്നു. മറുവശത്ത് കൂട്ടുകാർ സമ്മതിക്കുന്നില്ല, ഇടവക്കാരും പലരും എതിർത്തു ഇങ്ങനെ സെമിനാരിൽ പോകുന്നത്. കാരണം ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പോകുന്നത്, ഒരു നല്ലൊരു പ്രായത്തിലാണല്ലോ പോകുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചു വെറുതെ കൊണ്ടുപോയി ജീവിതം കളയുന്നതിൻ്റെ ആവശ്യമാണ്, നിനക്ക് നല്ലൊരു ഫ്യൂച്ചറുള്ള മനുഷ്യനാണ്, നീ വെറുതെ പോയി ജീവിതം കളയരുതെന്ന് പറഞ്ഞു. അവിടുത്തെ പള്ളിയിലെ മദർ അന്ന് ആൻസില എന്ന് പറഞ്ഞ സിസ്റ്ററാണ്, പ്രേക്ഷിതാരൻ സഭയിലെ സിസ്റ്റർ. എന്നോട് പറഞ്ഞു മോൻ അച്ഛനാകും പോകരുത്, ഒരിക്കലും സിസ്റ്റർ അങ്ങനെ പറയാൻ പാടില്ല എന്നറിയാം, എങ്കിലും മോൻ കല്യാണം കഴിച്ച് കുറേ കുഞ്ഞുങ്ങളൊക്കെ വേണം, കുഞ്ഞുങ്ങളെ മോൻ വേണമെങ്കിൽ അച്ഛനും സിസ്റ്റർ ആക്കി കുഴപ്പമില്ലെങ്കിൽ മോൻ ഒരിക്കലും സെമിനാരിൽ പോകണ്ട, മോൻ ഇടയിൽ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ വളരെ എതിർപ്പുകളായിരുന്നു സെമിനാരിൽ പോകുന്നതിന്. അതേസമയം
കുറച്ച് പേര് വളരെ സന്തോഷം, കാരണം ഇടവയ്ക്കുന്ന ആദ്യമായിട്ട് ഒരു അച്ഛനും ഉണ്ടാകുന്നു, ഒരു ബ്രദർ ഉണ്ടാകുന്നു, കാരണം അവർ അങ്ങനത്തെ ഒരു രീതി അവർക്ക് പരിചയം. ആരായിരുന്നു അച്ഛൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ ഒരു ടീച്ചറാണ്, സിസ്റ്ററാണ് ആദ്യമായിട്ട് എൻ്റെ ദൈവവിളി കണ്ടെത്തിയത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിച്ചത്, തൃക്കാക്കര. അന്ന് ഞങ്ങളുടെ മഠത്തിലുള്ള സിസ്റ്റർ അവിടെ പഠിപ്പിക്കുന്നത് സിസ്റ്റർ ജോസിറ്റ CPS സിസ്റ്ററാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നത്. ഞാൻ നല്ലോണം പഠിക്കുന്ന കൊച്ചായതുകൊണ്ട് എല്ലാത്തിനും എനിക്ക് 0 മാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പ്രോഗ്രസ് കാർഡിൽ മലയാളത്തിന് മാത്രം എനിക്ക് നല്ല മാർക്കുണ്ട്, ബാക്കി എല്ലാത്തിനും റെഡിങ് വെച്ചാണ് മാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും പ്രത്യേകിച്ചും ഫസ്റ്റ് പേരൻസ് ഡേക്ക് അപ്പനും അമ്മേനെയും വിളിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു, ഇവൻ കാരണം നമ്മുടെ ഇടവകയുടെയും നാടിനും പേര് കളയാൻ സാധ്യതയുള്ളൂ, അതുകൊണ്ട് ഇവനെ വലിയ എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ല സിസ്റ്റർ പറയാമായിരുന്നു. അപ്പൊ എൻ്റെ അപ്പനമ്മ ഭയങ്കര കരച്ചിലാണ് അത് കേട്ടിട്ട്. അപ്പൊ എനിക്ക് വലിയ കൂസലത്, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, കാരണം 5ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. പക്ഷേ സിസ്റ്റർ ഇത് കഴിഞ്ഞിട്ട് എന്നെ പേഴ്സണൽ എടുത്ത് നല്ല ഉപദേശങ്ങൾ തരും. എൻ്റെ സിസ്റ്റർ, നീ അച്ഛനവൻ സാധ്യത ഉണ്ടെന്ന് പറയണം. അപ്പൊ എനിക്ക് പിന്നെ സിസ്റ്റർ ദേഷ്യമായി, പിന്നെ ഇത്രയും വഴക്ക് പറഞ്ഞിട്ട് അച്ഛനാണ് സാധ്യത ഉണ്ട്, ഞാൻ കാര്യമായിട്ട് എടുത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടും പഠനം വളരെ പുറകോട്ടായിരുന്നു. 5, 6, 8, 9 ക്ലാസ് ഒന്നും പഠിക്കാൻ വളരെ പുറകോട്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ സിസ്റ്റർ എന്നെ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ 7 വരെ പഠിപ്പിച്ചിട്ടുള്ളൂ, പിന്നെ ഹൈസ്കൂൾ ആയപ്പോൾ സിസ്റ്റർ ഇല്ല. സിസ്റ്റർ പറഞ്ഞു, മോനോട് പഠിക്കണം, 10 കഴിയുമ്പോൾ അച്ഛൻ നിനക്കൊരു വിളിയുണ്ട്, മോൻ നല്ലോണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയണം. അപ്പോഴും ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല, കാരണം സിസ്റ്ററിനുള്ള ദേഷ്യം കൊണ്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് 82% മാർക്കുണ്ട്. അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ടാണ് പുള്ളിക്കാരുടെ പോയിട്ട്, സിസ്റ്റർ കണ്ടു പഠിക്കുക, സിസ്റ്ററിനെ കളിയാക്കിയത്, എനിക്ക് ഇത്ര മാർക്കുണ്ട്. അതൊന്നും വലിയ മാർക്കല്ല, അതെനിക്കറിയാം, എനിക്കാണെന്ന് ഏറ്റവും കുറവ് മാർക്ക് ആ സ്കൂളിലുള്ളത്. പക്ഷെ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, എടാ നീ ജയിക്കുന്നത് എനിക്ക് അറിയായിരുന്നു, മോൻ്റെ നല്ല വേണ്ടിയിട്ടാണ് സിസ്റ്റർ പറഞ്ഞത്, എനിക്ക് നല്ല അച്ഛനാ ആഗ്രഹമുണ്ട്, മോൻ അച്ഛനാകാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോകില്ല, സിസ്റ്ററിൻ്റെ എതിർപ്പോടെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് തിരുവന സിസ്റ്റർ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സിസ്റ്ററാണ് ആദ്യമായിട്ട് ദൈവവിളി കണ്ടെത്തിയതും ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തതും പ്രോത്സാഹിപ്പിച്ചതും. പിന്നെ വേറെ ആരും അങ്ങനെ, കാരണം എല്ലാവരും എതിർക്കുവാണ് ചെയ്തിരുന്നത് പൊതുവെ. പിന്നെ അത് കഴിഞ്ഞിട്ട് +1 +2 കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പോകുന്നത്, അന്ന് നമുക്ക് മൊബൈലൊന്നും കയ്യിലില്ല, അന്ന് മൊബൈൽ അത്ര നമുക്ക് അവൈലബിൾ അല്ല, ഞാൻ കയ്യിൽ പേഴ്സണൽ മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല. ഡിഗ്രിയുടെ ലാസ്റ്റ് ഇയറിൽ ഇങ്ങനെ പോകാൻ പോകുന്ന അന്ന് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് സെമിനാറിൽ എത്തണം, രാവിലെ 10 മണിക്ക് പള്ളിയിലെ 9 കുർബാന കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് സിസ്റ്റർ നമ്മുടെ ചിറ്റേത്തര ഒരു ഹോം ഫെയ്ത്ത് ഒരു ഹാൻഡിക്യാപ്ഡ് കുട്ടികളുടെ സ്ഥലമുണ്ട്, അവിടുത്തെ കുട്ടികളുടെ മനസ്സമ്മതം നടക്കുന്നത് നമ്മുടെ പള്ളി വെച്ചിട്ടാണ്. അന്ന് സിസ്റ്റർ വരുവാണ്. അന്ന് സിസ്റ്റർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നു. ഞാൻ സിസ്റ്ററിനെ കാണുന്നു, പോകുന്ന അന്നാണ് സിസ്റ്റർ വരുന്നത്. ഞാൻ ഓടിപ്പോയിട്ട് സിസ്റ്ററിനെ കെട്ടിപ്പിടിച്ചു വന്നിരുന്നിട്ട്. ഞാനും കരയുന്നു. സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ ഞാൻ സെമിനാരിൽ പോവുകയാണ്, പ്രാർത്ഥിക്കും. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കരച്ചിലായിരുന്നു. സിസ്റ്റർ അന്ന് ഒരുപാട് ആശീർവദിച്ചൊക്കെ വിടുകയൊക്കെ ചെയ്തായിരുന്നു. സിസ്റ്ററാണ് ഏറ്റവും കൂടുതൽ എന്നെ ലൈഫ് ഇൻസ്പയർ ചെയ്തത്. പിന്നെ ഒരുപാട് സിസ്റ്റേഴ്സ്, പിന്നെ വന്ന സിസ്റ്റേഴ്സും ഉണ്ട്, അച്ഛന്മാരുണ്ട്, അവരെല്ലാം തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുടുംബത്തിൽ നിന്ന് എല്ലാവരും വളരെ എതിർപ്പായിരുന്നുണ്ടായിരുന്നു. സിബ്ലിങ്സ് പോലും അങ്ങനെയായിരുന്നു. സ്വന്തമായിട്ട് ചേച്ചിയാണ് എനിക്കുള്ളത്, ചേച്ചി എതിർപ്പായിരുന്നു. പപ്പയുടെ കസിൻസിലെ ആൾക്കാരും അവർക്ക് ഭയങ്കര ആഗ്രഹം എന്ന് പറയുന്നത്, കാരണം ഞാൻ മാത്രം ആൺകുട്ടി ഉള്ളതുകൊണ്ട് പെങ്ങന്മാർക്കെല്ലാം ആഗ്രഹം കല്യാണ സമയത്ത് നെറ്റ് പൊക്കി പിടിക്കണം, താലിയുടെ അത് പിടിച്ചു കൊടുക്കണം, അത് മന്ത്രം, അതൊക്കെ ആയിരുന്നു. അവര് ചെറുപ്പം മുതൽ അതൊക്കെ അവരുടെ പ്ലാനിങ് ആണ്, കാരണം ഒരു ആങ്ങളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനോട് പറഞ്ഞു, ചേച്ചിക്ക് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചേച്ചി ഇവിടെ തൃക്കാക്കര മേരി മദർ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, കല്യാണം കഴിഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു. സിസ്റ്ററെ കണ്ടുമുട്ടിയത് ഒത്തിരി വലിയൊരു യാദൃശ്ചികമായിട്ട് അച്ഛൻ അത് കണക്കാക്കുന്നു. എന്നാലും പാരൻസിൻ്റെ ഒരു സപ്പോർട്ട്, കാരണം സെമിനാരിയിലേക്ക് പോകുമ്പോൾ ഇനി ഒത്തിരി വർഷത്തെ അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയൊരു തിരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും പാരൻസിന് സപ്പോർട്ടില്ലാതെ നമുക്കത് മുന്നോട്ട് പോകാനും പറ്റില്ല. പിന്നീട് എങ്ങനെയാണ് പാരൻസ് അതിലേക്ക് ഒരു സപ്പോർട്ടീവായിട്ട് മാറിയത്? എങ്ങനെയാണ്? കാര്യം ഞാൻ പറഞ്ഞു, പിന്നെ വികാരിച്ചനോട് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് വികാരിച്ചനും സിസ്റ്റേഴ്സായാലും പിന്നെ അമ്മച്ചിയുടെ കുടുംബക്കാരായാലും വന്ന് സംസാരിച്ചിരുന്നു, വീട്ടിൽ സംസാരിച്ചു. ഇത് വിളി കിട്ടുക എന്നുള്ളൊരു അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ തടഞ്ഞാലും കാര്യമില്ല, കാരണം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ അച്ഛനായിരിക്കും. അങ്ങനെ പറഞ്ഞ് വീട്ടിൽ കൺവിൻസ് ചെയ്തിരുന്നു. എങ്കിലും വീട്ടിൽ അമ്മയ്ക്കായിരുന്നു കൂടുതൽ എതിർപ്പ്. അപ്പോൾ ഞാൻ സെമിനാറിൽ പോകുന്ന അന്ന് പോലും
അന്ന് എല്ലാവരും വീട്ടിൽ യാത്രയൊക്കെ വന്നിരുന്നു. വൈകുന്നേരം 4 മണിക്ക് സെമിനാറിൽ എത്തണം. വീട്ടിലെല്ലാവരും വന്നിരിക്കുന്നു. അച്ഛൻ വികാരിച്ചൻ വന്ന ആശീർവാദം കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു സ്തുതി കൊടുത്ത ആശീർവാദം മേടിക്കാൻ പറയണം അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന്. അന്ന് വികാരി അച്ഛൻ ആരായിരുന്നു? അന്ന് സാജു കോരൻ എന്ന് പറഞ്ഞ അച്ഛനാണ് വികാരിയായിരുന്നത്. അന്ന് കുരിശ് വരച്ച് അപ്പൻ സ്തുതി കൊടുത്ത് കാലിൽ തൊട്ട് അനുഗ്രഹം മേടിച്ചു. അമ്മച്ചിക്ക് സ്തുതി കൊടുത്ത് കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുന്ന നേരത്തെ അമ്മച്ചി എന്നെ അനുഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കുമല്ലോ. പക്ഷെ അമ്മച്ചി എഴുന്നേൽപ്പിക്കുന്നില്ല. അപ്പം ഞാൻ വെച്ചാൽ കാലിൽ വെറുതെ ഇങ്ങനെ മാന്തി ഇന്ന് പൊക്കാൻ പറയണമല്ലോ എഴുന്നേൽപ്പിക്കട്ടെ. അപ്പോഴത്തേക്കും എൻ്റെ തല മൊത്തം നനയുന്ന എനിക്ക് മനസ്സിലായി. അമ്മച്ചി കരയാണ് ഇരുന്നിട്ട്, കരച്ചിൽ മാത്രം. അപ്പോൾ ഞാൻ എഴുന്നേറ്റു, അമ്മച്ചിനെ കെട്ടിപ്പിടിച്ചു. അമ്മച്ചി കരഞ്ഞാൽ പിന്നെ എനിക്കും അത് ഒട്ടും പറ്റില്ല. കാരണം ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡാണ് അമ്മച്ചി ഞാനും തമ്മിൽ. അപ്പോഴത്തേക്കും ഞാനും കരച്ചിലായി, അമ്മച്ചി അപ്പനും കരച്ചിലായി, ചേച്ചി കരച്ചിൽ, വന്നിരുന്ന സിബ്ലിങ്സ് മൊത്തം കരച്ചിലായി. സത്യം പറഞ്ഞാൽ അത് ഫുൾ ഒരു മരണവീട് പോലെ എല്ലാ ആൻറ്റിമാരെല്ലാവരും കരച്ചിലായി, സിസ്റ്റേഴ്സ് പോലും കരച്ചിലായി. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു ഞാൻ ആരും ഇവിടെ നിൽക്കണ്ട, എല്ലാവരും പോരെ എന്ന് പറഞ്ഞിട്ട് എന്നെ അച്ഛൻ പുറത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി യാത്രയാക്കി. സെമിനാറിൽ ചെല്ലുമ്പോഴും അമ്മച്ചിന് ഓർമ്മ പോകുന്നത് തിരിച്ചു വരണം, അമ്മയ്ക്ക് പേടിയാവണമെന്നൊക്കെ പറയാനിരുന്നിട്ട്. അപ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അത് എൻ്റെ കുടുംബം വിട്ടുപോകണമെങ്കിൽ നല്ല സങ്കടമുണ്ട്. അതേസമയം എൻ്റെ ഒരു ചെറുപ്പമുള്ളൊരു ആഗ്രഹം, മറുവശത്ത് ദൈവം വിളിക്കുന്നു, അപ്പുറത്ത് അമ്മച്ചി വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ധർമ്മസങ്കടത്തിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അമ്മച്ചി പറഞ്ഞു അമ്മച്ചി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുന്ന സെമിനാരിൽ ആയിരുന്നു. പക്ഷേ അന്ന് മുതൽ അമ്മച്ചി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ അച്ഛനോട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പ്രാർത്ഥനകൾ ഉപരിയായിട്ട് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയാണ്. കാരണം സെമിനാരിൽ പോയി അന്ന് മുതൽ അമ്മച്ചി അവിടെ എല്ലാവർക്കും അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് വിയാനി പുണ്യാൻ്റെ രൂപം വീട്ടിലില്ലായില്ല. അന്ന് രൂപം മേടിച്ച് അന്ന് വല്ല പുണ്യാളോട് പ്രാർത്ഥിച്ചു. കാരണം വൈദികര മധ്യസ്ഥനാണല്ലോ. അന്ന് മുതൽ ഇന്ന് വരെ കണ്ണീര് എന്താ പറയുക, കണ്ണ് ഇപ്പോഴും നിറഞ്ഞുകൊണ്ട് അമ്മച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സെമിനാരിൽ കയറിയ സമയത്തും വെക്കേഷന് വരും നമ്മൾ. ഫസ്റ്റ് വെക്കേഷൻ ഓണം വെക്കേഷനാണ് സെമിനാരിൽ. അന്ന് വരുമ്പോഴും അമ്മച്ചിന് വിടില്ല, തിരിച്ച് പോകണ്ടെന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തും. പിന്നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി പോകും. അങ്ങനെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒന്നും അമ്മച്ചി വിട്ടില്ല. പിന്നെ ഉടുപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചിക്ക് ഒന്നുകൂടി അമ്മച്ചി ഓക്കെ ആയത്. ഓക്കെ, ഞാൻ ഒരു അച്ഛനാവട്ടെ എന്നൊരു ചിന്തയിലേക്ക് വന്നത് ആ ഉടുപ്പ് കിട്ടിയതിന് ശേഷമാണ്. പിന്നീട് 3.5 കൊല്ലമാണ് തിയോളജി ഉള്ളത്. ആ സമയത്തെല്ലാം അമ്മച്ചി പറയും പ്രാർത്ഥിക്കണം, എന്ത് വന്നാലും പ്രാർത്ഥിക്കണം അമ്മച്ചി പറയായിരുന്നു. കാരണം ഔസേപ്പിതാവിനോടും മാതാവിനോടും പ്രാർത്ഥിക്കണം അമ്മച്ചി, വേറൊരു വിശുദ്ധരോടും പ്രാർത്ഥിക്കണം അമ്മച്ചി പറഞ്ഞിട്ടില്ല. എപ്പോൾ സങ്കടം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ഔസേപ്പിതാവിനോടും മാതാവിനോടും പ്രാർത്ഥിക്കണം എന്ന് പറയും. അത് ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ റൂമിലുള്ള രൂപം പോലും ഔസേപ്പിതാവിൻ്റെ വേറൊരു വിശുദ്ധരുടെ രൂപം എൻ്റെ അടുത്തില്ല. കുരിശ് രൂപവും ഔസേപ്പിതാവിൻ്റെ മാതാവിൻ്റെ രൂപമാണ് റൂമിലുള്ളത്. എന്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, എത്രമാത്രം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ നമുക്കറിയാം. ഫോർമേഷൻ അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആ സമയത്തുള്ള സഹനങ്ങളിലും ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ ആശ്രയം കണ്ടെത്തിയത് ഈ 2 വിശുദ്ധരിലാണ്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ അവസാനം മാധ്യസ്ഥവും സഹായം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ശക്തി കൊണ്ട് ഇപ്പോഴും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ വീട്ടുകാരെല്ലാം ഹാപ്പിയാണ്, ഇടവകക്കാർ ഹാപ്പിയാണ്. കാരണം അവർക്കൊരു ഇടവകയിൽ ആദ്യമായിട്ടൊരു അച്ഛനെ കിട്ടി. അതുകൊണ്ട് ഭയങ്കര ആഘോഷമായിരുന്നു എൻ്റെ ഇടവകയിൽ. ഇതുവരെയും കാണാത്ത വിധത്തിലുള്ള ആഘോഷം യുവജനങ്ങളെല്ലാം അത് ഏറ്റെടുത്ത് ഒരു പെരുന്നാളിനേക്കാളും മനോഹരമായിട്ട് അവർ നടത്തി എന്നുള്ളതാണ് വളരെ സന്തോഷമായ ഒരു കാര്യം. അപ്പോൾ വളരെ ഹാപ്പിയാണ് എല്ലാവരും. അച്ഛൻ്റെ പ്രായം എന്ന് വെച്ചാൽ എന്താണ്, ഒരു ന്യൂജൻ കാലഘട്ടത്തിൻ്റെ ഇടയിൽ കൂടിയാണ് അച്ഛനും പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്നത്. ഇപ്പം നമുക്കറിയാം പൗരോഹിത്യത്തിൻ്റെ ആ ഒരു വിളിയൊക്കെ കുറഞ്ഞു വരുന്ന സമയമാണ്. ഇത് കാണുന്ന ഒരു ന്യൂജൻ അല്ലെങ്കിൽ ജെൻസി പിള്ളേരോട് അച്ഛൻ എന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ നമ്മളൊരു യൂത്തായിരുന്ന കാലഘട്ടത്തിലെ കുട്ടികളല്ലേ ഇപ്പം ജനറേഷൻ. അപ്പോൾ നമുക്ക് വളരെയധികം പെട്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചെയ്യാറുള്ള കാര്യം അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ യൂത്തിനെ ഏത് പള്ളിയിൽ ചെന്നാലും ഫസ്റ്റ് ഞാൻ അവർ ജസ്റ്റ് അവരുടെ നിന്ന് കമ്പനി അടിക്കും, ചിലപ്പോൾ ചായ കുടിക്കാൻ പോകും. നമുക്ക് അവരെ നേടാൻ പറ്റുന്നൊരു വഴികൾ എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ഞാൻ തിയോളജി പഠിച്ച പൂനെ പേപ്പൽ സെമിനാറിലാണ്. അവിടെ വെച്ചിട്ട് ഒരു പ്രൊഫസർ പറഞ്ഞ ഒരു അച്ഛനെ കുറിച്ച്, അച്ഛൻ്റെ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. അച്ഛൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അച്ഛൻ ഈ ചായക്കടയിൽ പോയിരിക്കും, എന്നിട്ട് അവിടെ ഇരിക്കുന്നവരായിട്ട് സംസാരിക്കും, എന്നിട്ട് അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഈശോയെക്കുറിച്ച് സംസാരിക്കും. ഒരു ജെസ്യൂട്ട് അച്ഛനാണ്, അതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. അതിനെ വളരെയധികം അട്രാക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു രീതി. ഞാൻ ഇരിക്കുന്ന പള്ളികളിലായാലും ഇരുന്ന പള്ളികളിലായാലും ഞാൻ ചെയ്യുന്നൊരു പരിപാടി, ഇടയ്ക്ക് കുട്ടികളോട് ചായ കുടിക്കാൻ പോകും, ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകും. അത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ചായ കുടിക്കാൻ ആഗ്രഹം ഉണ്ടായില്ല, മറിച്ച് ആ ഒരു വൈബ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇറങ്ങി ചെല്ലാൻ പറ്റും. അപ്പോൾ നമ്മൾ അവർക്ക് പറ്റുന്ന ഒരാളാണ് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ അവർ മെല്ലെ അവരെ മനസ്സ് തോന്നുന്ന സംസാരിക്കും. അപ്പോൾ അവർ സംശയങ്ങൾ ചോദിക്കും. ചിലപ്പോൾ അവരെ കുഞ്ഞു സമയം ദൈവം ഉണ്ടോ, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളാണ്. അതായത് അവരെ പള്ളിയിൽ നിന്ന് അകറ്റുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ അതൊക്കെയാണ് അത് ചോദ്യങ്ങളായിട്ട് വരുന്നത്. നമ്മൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കുമ്പോൾ ദേ ആർ ഓക്കെ. അവർ മെല്ലെ മെല്ലെ പള്ളിയിലേക്ക് വന്നു തുടങ്ങും, നമ്മൾ സംസാരിച്ചു തുടങ്ങും. അതുവരെ അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ എന്താ പറയുക ഒരു മര്യാദക്കുറവും ബഹുമാനക്കുറവൊക്കെ മെല്ലെ മാറ്റി ഭംഗിയായിട്ട് അവരെ സ്നേഹിക്കാൻ തുടങ്ങും. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ രീതിയും നമ്മൾ പ്രാർത്ഥന പറഞ്ഞാൽ ഒരിക്കലും ഒരാളെ നേടാൻ പറ്റത്തില്ല. നീ എല്ലാ ദിവസം പള്ളി വേണമെന്ന് അവൻ വരത്തില്ല, സംഘടനയിൽ പ്രാർത്ഥിക്കണം വരത്തില്ല. ഒന്നും പറയുക, ആദ്യം ആക്ടിവിറ്റീസിലൂടെ ഞാൻ കൊണ്ടുവരാറ്, അവരെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരും, അതിലൂടെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി കുട്ടികൾ കൊടുക്കുന്നു, അവർ ഭംഗിയായിട്ട് ചെയ്യും, നമ്മളെക്കാളും ഭംഗിയായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും.
അത് ഞാൻ പറയുകയാണ്, എടാ നമുക്കിനി ഒരു പരിപാടി വരുന്നുണ്ട്, നമുക്കൊരു 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചാലോ? ആച്ചാ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ആ രീതിയിലേക്കാണ് കുട്ടികൾ. അല്ലാതെ നമുക്ക് ആദ്യമേ കാണുമ്പോൾ തന്നെ എടാ പള്ളി വന്നം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും വരത്തില്ല. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആണ്. അത് എന്ത് ചെയ്യാൻ അവർ റെഡിയാണ്. പക്ഷേ ആദ്യം സ്പിരിച്വൽ രീതിയിലല്ല അവർ വരുന്നത്, ഓപ്പോസിറ്റ് ആണ്. ട്രാക്കിലേക്ക് അല്ലേ, ആ ട്രാക്കിൽ നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ പിന്നെ അവർ വിട്ടുപോകത്തില്ല. ആ ഒരു ട്രാക്കിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ കുട്ടികൾ വിട്ടുപോകത്തില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് ഇപ്പോൾ നമുക്കറിയാം ഒത്തിരി ദേവാലയങ്ങളുണ്ട്, അല്ലെങ്കിൽ സഭയുടേതായ ഒത്തിരി സ്കൂളുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെയൊക്കെ ഇന്നത്തെ തലമുറയിൽ ആരും തന്നെ ദൈവവിളിയിലോട്ട്, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ആകട്ടെ പുരുഷന്മാരാകട്ടെ, പുരുഷന്മാർ പിന്നെ ഉണ്ടെന്ന് തോന്നുന്നു വൈദിക ഇതിലേക്കൊക്കെ വരുന്നവർ, പക്ഷേ സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഒത്തിരി കുറവാണ്. എന്തായിരിക്കും അച്ഛൻ അതിനൊരു കാരണമായിട്ട് കാണുന്നത്? എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് അച്ഛനാകുന്ന വളരെ ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. ചിലർക്ക് ദൈവവിളി ഉണ്ട് കുട്ടികൾക്ക്, പക്ഷെ അത് അവർ തിരിച്ചറിയുന്നില്ല എന്ന ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ആ ഒരു ഓറിയൻറ്റേഷനും ഫോർമേഷനും കുടുംബങ്ങളിലും കിട്ടുന്നില്ല. പല കുടുംബ പ്രാർത്ഥനയില്ല, പള്ളിയിൽ കുട്ടികളെ പറഞ്ഞു വിടുന്നില്ല, പേരൻസ് വല്ല ചെറിയ ഉഴപ്പ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി കുട്ടികൾ നോക്കും, പിന്നെ മാത്രമല്ല സഭയിലെ പ്രശ്നങ്ങൾ, അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഉള്ള ആക്രമണം, ഇതെല്ലാം അവർ പുറകോട്ട് വലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവവിളി കുറഞ്ഞു വരുന്നത്. കാരണം നല്ലൊരു പ്രാർത്ഥനാന്തരീക്ഷമുള്ള കുടുംബത്തിൽ നിന്ന് മാത്രമാണ് നല്ലൊരു ദൈവവിളി കിട്ടത്തുള്ളൂ. അപ്പോൾ കുടുംബങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കുടുംബങ്ങൾ എപ്പോഴൊക്കെ, കാരണം ഇപ്പോൾ പല കുടുംബങ്ങളിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുടുംബ പ്രാർത്ഥനയില്ല. ഒരു ട്രിപ്പ് മൂഡിലാണ് എല്ലാം. നമുക്ക് യാത്ര പോകുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. യൂത്ത് ആക്റ്റീവ് ആവുന്നതിന് രാത്രിയിലാണ്. അതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് തന്നെ ആ ദൈവവിളി കുറയുന്ന ഒരു കാരണം നമ്മുടെ കുടുംബങ്ങളുടെ ആത്മീയത കുറയുന്നതാണ്. രണ്ടാമത് സിസ്റ്റേഴ്സിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കോൺഗ്രിഗേഷൻസ് ഉണ്ട്. അത് ഒരുപാട് സൗണ്ട് തന്നെ കുട്ടികൾക്ക് എവിടെ പോകണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു 3 കോൺഗ്രിഗേഷൻ ഉള്ളെങ്കിൽ കുട്ടികൾ അതിൽ ലിമിറ്റഡ് ആവും. മനസ്സിലായോ? കാരണം ഇപ്പോൾ കുറേ കോൺഗ്രിഗേഷൻസ് വരും. വൺ ഓഫ് ദി റീസൺസ് ഞാൻ ചിന്തിക്കുന്നത് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എണ്ണം കുറഞ്ഞത്, ഒരുപാട് കോൺഗ്രിഗേഷൻ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ അവരാരും സ്വാധീനിക്കുന്നില്ല. അപ്പോൾ ഞാൻ നല്ലൊരു ജീവിതം നയിച്ചാൽ മാത്രമാണ് ഒരാൾ എൻ്റെ ജീവിതം കണ്ട് ആകൃഷ്ടനാവുള്ളൂ, ഒരു അച്ഛനായാലും സിസ്റ്റർ ആയാലും. അപ്പോൾ നല്ല അച്ഛന്മാരും നല്ല സിസ്റ്റേഴ്സും സഭയിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂത്ത് ആയാലും കുട്ടികളായാലും അത് ഇൻസ്പയർഡ് ആയിട്ട് അവർ ദൈവവിളി തിരഞ്ഞെടുത്ത് വരും. അപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തുമുണ്ട്. സഭയും നല്ല മാതൃക നൽകണം, കുടുംബവും നല്ല മാതൃക നൽകണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവവിളി നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. അച്ഛൻ ഭാരത് മാത പോലൊരു വലിയ കലാലയത്തിലാണ് പഠിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അച്ഛന്. എങ്ങനെയായിരുന്നു ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ഒരു അച്ഛനാകാൻ പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനാകാൻ പോകണോടാ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഒക്കെ? ഞങ്ങൾ 75 കുട്ടികളാണ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പം അതിൽ ലാസ്റ്റ് നിമിഷമാണ് ഡിഗ്രി പാസ് ഔട്ട് ആയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് അവരറിയുന്നത് ഞാൻ അച്ഛനാകാൻ പോണ കാര്യം. കുറേ പേര് ചിരിച്ചു, കുറേ പേര് പറഞ്ഞു നീ അച്ഛനാകില്ല, നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമെന്ന് പറഞ്ഞു. കുറച്ച് പേര് പറഞ്ഞു നീ അച്ഛനാ ഞങ്ങൾക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു വന്നിരുന്നത്. ഇതിൽ പലരും, മെജോറിറ്റി ആളുകളും കുട്ടികളെ വിശ്വസിച്ചിരുന്നില്ല. ഈവൻ ടീച്ചേഴ്സ് പോലും അതൊട്ടും പ്രതീക്ഷ, അവരും എന്നെ ഡിസ്കറേജ് ചെയ്യുക ചെയ്തത്. അച്ഛൻ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുമ്പോൾ ആരോടെങ്കിലും ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്? അത് തേർഡ് ഇയർ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു? ഇല്ല, ഡിഗ്രി സമയത്ത് ഇങ്ങനത്തെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. വന്നത് തന്നെ ഞാൻ പറഞ്ഞു ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞിരുന്നു. പിന്നെ ആരുടെ കാര്യം പറഞ്ഞിട്ടുമില്ല, ആ ചിന്തയിൽ ഞാൻ പോയിരുന്നില്ല. ലാസ്റ്റാണ് ആ തോന്നൽ പെട്ടെന്ന് വന്നത്. അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കും ലാസ്റ്റ് മൊമെന്റ് പിന്നെ ഒരു ചിന്ത വന്നതെന്നുള്ളത്. അപ്പോൾ അത് ദൈവം വിളിച്ചതെന്ന് ഉറപ്പോടുകൊണ്ടാണ്. ഒരു ഇൻസിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. ഇല്ല. ആ സമയത്ത് പിന്നെ പള്ളിയിൽ ഞങ്ങൾ കപ്പ്യാരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ 3 കൂട്ടുകാരാണ് സ്ഥിരം നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പള്ളിയിൽ എല്ലാ ദിവസവും മുടങ്ങാതെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ആത്മീയതയിൽ ഒരു കുറവ് ആ സമയത്ത് വന്നിരുന്നില്ല. പള്ളിയിൽ പോകുന്നു, സംഘടന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആക്റ്റീവായിട്ട് പള്ളിയിലുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ അച്ഛൻ്റെ അമ്മ ഡെയിലി പള്ളി കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുമായിരുന്നു? തീർച്ചയായിട്ടും പള്ളി പോകുന്ന നിർബന്ധമുള്ള കാര്യമായിരുന്നു. പള്ളി ഒരു 1 കിലോമീറ്റർ താഴെ ഉള്ളൂ പള്ളിയിലേക്കുള്ള ദൂരം. എല്ലാ ദിവസവും പള്ളി പോകും. ശനിയാഴ്ച തിരുവാത്സവത്തിൽ പങ്കെടുക്കണം നിർബന്ധമാണ്. പിന്നെ 8ാം ക്ലാസ് CLC കാറ്റീസം മുടങ്ങാൻ പാടില്ല. അതൊക്കെ നിർബന്ധമുള്ള കാര്യങ്ങളായിരുന്നു. വീട്ടിൽ കുടുംബ പ്രാർത്ഥന നിർബന്ധമാണ്, വണക്കമാസം നിർബന്ധമാണ്. ചില നേരത്തൊക്കെ വണക്കമാസം ചൊല്ലുമ്പോൾ ചിലപ്പോൾ അമ്മച്ചിയോട് പറയാം, അമ്മച്ചി ഇത്രയും ചൊല്ലേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുമായിരുന്നു. കാരണം എല്ലാ രഹസ്യവും കഴിഞ്ഞ് ലുത്തിന് കഴിഞ്ഞിട്ട് തുടങ്ങുന്നുള്ളൂ വണക്കമാസം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ അടുത്ത് പ്രാർത്ഥന പോകും. ലാസ്റ്റ് പാട്ട് നീട്ടി തന്നെ പാടണം. കുറേ ശാഠ്യങ്ങൾ വീട്ടിലുണ്ടായിരുന്നു പ്രാർത്ഥന ചെയ്യുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് എന്നെ ഭയങ്കര എതിർപ്പൊക്കെ ആയിരുന്നു, ഇത്രയും ചൊല്ലേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അച്ഛനെ കഴിഞ്ഞ് പറഞ്ഞിട്ടെല്ലാം ഭയങ്കര സ്നേഹം തോന്നി. അന്ന് ചൊല്ലിയ പ്രാർത്ഥനയുടെ എല്ലാം അർത്ഥം ഇപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില പള്ളികളിലൊക്കെ ഈ യൂത്തൊക്കെ പള്ളിയുടെ പുറത്തുനിന്ന് കുർബാന കാണാം, അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ ഞായറാഴ്ച അവരുടെ ഒരു പതിവ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞായറാഴ്ച ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് സ്പെഷ്യൽ ഡേ ആണ്. പക്ഷേ ഇപ്പോൾ യൂത്തൊക്കെ പലപ്പോഴും പള്ളിയിലൊക്കെ ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം.
അതിനെയൊക്കെ എങ്ങനെ നമുക്ക് ഇനി ഈ ഒരു കാലഘട്ടത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ പള്ളിയാണ്. ഈ ഒരു ഫിനോമിന ഞാൻ എല്ലാ പള്ളിയിലും കണ്ടിട്ടുണ്ട്. മിക്കവാറും പല യൂത്തുകളും പള്ളിയുടെ പുറത്തായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ ഒരു ഇട കയറി നിൽക്കാൻ പറഞ്ഞാൽ കയറി നിൽക്കത്തില്ല. അച്ഛൻ ആരെങ്കിലും ചോദിക്കുന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർക്ക്. അതേസമയം നമ്മളൊരു കമ്പനി ആയി കഴിയുമ്പോൾ ഞാൻ പറയടാ ഒന്ന് കയറി നിൽക്കണോട്ടാ, അച്ഛൻ നിൽക്കണമെന്നുള്ള ചോദ്യം അവരുടെ. കയറി നിൽക്കുക, അല്ലെങ്കിൽ നാണക്കേടല്ലേ ബാക്കി പിള്ളേർ കാണുമ്പോൾ ഒരു അച്ഛൻ നിൽക്കണോ, ഞങ്ങൾക്ക് മടിയാന്ന് പറയും. പക്ഷേ മെല്ലെ മെല്ലെ അവർ പള്ളി അകത്തോട്ട് കയറുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മളെങ്ങനെ അവരുടെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പം നമ്മളൊരു സ്നേഹവും ബഹുമാനം അവർക്ക് തോന്നുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്നവരനുസരിക്കും. അതേസമയം നമ്മൾ അവരുടെ എല്ലാം എതിർക്കുന്നു, അവർ ഒറ്റപ്പെടുന്നു, കളിയാക്കുന്നു, ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന കേൾക്കത്തേ ഇല്ല. പള്ളിയോടെ വീണ്ടും അവർ അകലത്തേ ഉള്ളൂ. അപ്പം നമ്മളും യൂത്ത് തമ്മിലുള്ള കണക്ഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു കണക്ഷൻ അവർ തമ്മിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മോടും ചേർന്ന് നിൽക്കും, പള്ളിയോടും സഭയോടും ചേർന്ന് നിൽക്കും. ഇല്ല എങ്കിൽ അച്ഛൻ പറയുന്നുണ്ട് ഒരു വൈദികനും യൂത്തും ഒരു കണക്ഷൻ വേണമെന്ന്. ഒരു പക്ഷേ എന്തായിരിക്കും പാരൻസും മക്കളും തമ്മിലൊരു കണക്ഷൻ്റെ ഒക്കെ ഒരു കുറവായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ യൂത്ത് ഇങ്ങനൊരു ബാക്ക്വേർഡായിട്ട് പോകാനൊരു സാധ്യത. തീർച്ചയായിട്ടും പലപ്പോഴും ഈ നമ്മൾ വാഴ 2 എന്നൊരു സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അതിൽ കാണിക്കുന്നുണ്ട് കുറച്ച് പേരൻസ് കുട്ടികളുടെ ആ ഒരു അംബിഷൻസും എയിംസും സപ്പോർട്ട് ചെയ്ത് അവരെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ജനറേഷൻ്റെ പ്രശ്നം അവരെ ലിസൺ ചെയ്യാൻ ആരുമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഈവൻ പേരൻസ് അല്ല, അവരുടെ ആക്ടിവിറ്റീസ് ആരും കിട്ടുന്നില്ല. ഒരു നല്ലൊരു കൊച്ചച്ഛനോ ഒരു വികാരിച്ചനെ കാണുമ്പോൾ അവർ അപ്രോച്ചബിൾ ആണെങ്കിൽ അവർ വരും, നമ്മൾ തുറന്ന് സംസാരിക്കും. അപ്പോൾ അവർ മനസ്സിലാക്കുന്ന ഒരാളാണ്, അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ റെഡിയാണ്. കാരണം നമ്മുടെ കുട്ടി ഹൈലി ടാലൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, പല കുട്ടികളും ഹൈലി ടാലൻറ്റഡ് ആണ്. ജെൻസി കുട്ടികൾ ഇപ്പോൾ ടെക്നിക്കലി അവർ വളരെ അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ അത് ഉപയോഗിക്കാനായിട്ടുള്ള അവസരം അവർക്ക് കിട്ടുന്നില്ല, പള്ളികളിൽ പോലും കിട്ടുന്നില്ല. ആ സമയം ഇപ്പോൾ നമ്മൾ ചെന്നവർ സംസാരിക്കുമ്പോഴേക്കും അവർ കഴിവ് മനസ്സിലാക്കി. ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് അവർക്ക് പറ്റിയ ഒരു മേലെ കണ്ടെത്തി അവരെ നല്ല ലീഡർഷിപ്പ് കൊടുത്ത് അതിൽ ഇൻവോൾവ് ചെയ്യിക്കും. അപ്പം നമ്മൾ വിചാരിക്കാനും എന്താ പറയുക, മാർവലസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കുട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ലിസൺ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾ ഭംഗിയായിട്ട് ചേർന്ന് നിന്നോളും. പേരൻസ് പലപ്പോഴും ആ ഒരു കൺസേൺ കുട്ടികളോട് ഉണ്ടോ എന്നൊരു സംശയം എനിക്കിപ്പോഴും ഉണ്ട്. കാരണം ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും പേരൻസിൻ്റെ ചിന്ത മൊത്തം അവരാഗ്രഹിക്കുന്ന ഒരു കുട്ടികളെ വളർത്താനാണ്. മറുവശത്ത് കുട്ടികളുടെ ആഗ്രഹം അനുസരിച്ച് അവരെ വളർത്താനും അവർ അങ്ങനെ ഒരു ഫോർമേഷൻ കൊടുക്കാനും പേരൻസ് പലപ്പോഴും സാധിക്കുന്നില്ല. അതൊരു പ്രശ്നം. എൻ്റെ ഒരു സംശയമാണെന്ന് അറിയില്ല, ഇപ്പോഴത്തെ പാരൻസ് പഴയ പോലെ കുട്ടികളെ കമ്പൽ ചെയ്യുന്നൊരു സ്വഭാവമില്ല. അതായത് ഇപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രവണതയാണ് +2 പഠിക്കുമ്പോൾ അല്ലെങ്കിൽ +1 +2 കാറ്റഗറീസ് ഒക്കെ മുടക്കിക്കൊണ്ട് എൻട്രൻസ് പഠിക്കാൻ പോവുക. അതൊക്കെ ഇപ്പോൾ അത്ര ഇല്ലെങ്കിലും പക്ഷേ പാരൻസ് പഴയ പോലെ കമ്പൽ ചെയ്യുന്നില്ല. ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്കാണെങ്കിലും അവൻ പുറത്ത് ചായ കുടിക്കാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ വിളിക്കില്ല. അങ്ങനെ അവരുടെ ഒരു ഫ്രീഡത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഫാമിലിയിലാണെങ്കിലും. ആ ഒരു പ്രവണതയൊക്കെ ഒരു പക്ഷേ നല്ലതിനായിരിക്കും അതോ? ഒരിക്കലല്ല. കാരണം നമ്മളൊരു +2 പഠിക്കുന്ന കൊച്ചിനോട് പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞാൽ ഞാൻ വരത്തില്ല. നമ്മൾ ചെറുപ്പം മുതലേ തുടങ്ങണം. അതായത് ജനിച്ച അന്ന് മുതൽ അതിൻ്റെ ഫെയ്ത്ത് ഫോർമേഷൻ തുടങ്ങുകയാണ് കുടുംബത്തിൽ. LKG UKG 1 2 അങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കുട്ടികൾ ആ ട്രാക്കിലേക്ക് വരും. അവർക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ആ സമയത്ത് നമ്മുടെ കാര്യം നോക്കി കുട്ടികൾ നോക്കാതെ മൈൻഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ വലുതാകുമ്പോൾ അവർക്ക് ആ വിശ്വാസം ഉണ്ടാവില്ല. ഈവൻ വിശ്വാസത്തെക്കാൾ ഒരു പേരൻസ് ഒരു കണക്ഷൻ പോലും അവർക്കുണ്ടാവില്ല. പല കുടുംബങ്ങളുടെ ഒരു തകർച്ച കാരണം അത് തന്നെയാണ്. ഈ പേരൻറ്റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് എല്ലാം ഉണ്ട്. ഫേസ് ഫോർമേഷനിലായാലും കുട്ടികളും പേരൻസിൻ്റെ കണക്ഷനും റിലേഷനായാലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മുടെ ദൈവങ്ങളെയും സ്വാധീനിക്കും, അത് വ്യക്തി ജീവിതത്തെയും തീർച്ചയായും യൂത്തിൻ്റെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഒത്തിരി ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സഭയുടെ ബിഷപ്പ് മുതൽ താഴെത്തട്ടിലുള്ളവരെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ചില അച്ഛന്മാരൊക്കെ എന്താ പറയുക ഡാൻസ് കളിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ പിള്ളേരോടൊപ്പം കറങ്ങാൻ പോകുന്ന വീഡിയോ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഈ ക്രിസ്ത്യൻ ഫാമിലി തന്നെ ഉള്ളവർ തന്നെയാണ് ഒരു നെഗറ്റീവ് കമൻസ് ഒക്കെ പറയുന്നതായിട്ട് കാണാം. ഒരു പുരോഹിതൻ എന്ന നിലയിൽ അച്ഛൻ എങ്ങനെയാണ് ഇതിനൊക്കെ നോക്കി കാണുന്നതും അതിനൊക്കെ എങ്ങനെ അതിജീവിക്കുന്നു? ഇപ്പം ഈ മൊബൈൽ ഉപയോഗം റീൽസ് അതിലൊന്നും തെറ്റുണ്ടെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. രാത്രി ഫുഡ് കഴിക്കാൻ പോകുന്നു, ചായ കുടിക്കാൻ പോകുന്നു, ഞാൻ പറയേ ഇവരൊക്കെ നേടാൻ നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. ആ സമയം വളരെ വൈകിയുള്ള ഈ പരിപാടികൾ, ഇപ്പോൾ രാത്രി ഒരു 10:00 ശേഷമുള്ള ഫുഡ് കഴിക്കാൻ പോക്ക്, ചായ കുടിക്കാൻ പോക്ക്, അതൊന്നും പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ റീൽസെല്ലാം നമുക്ക് ആവശ്യമാണ്, നമുക്ക് അതിലൂടെ തന്നെ ഈശോയെ പ്രഘോഷിക്കാൻ പറ്റും. അല്ലെ, പണ്ട് കാലത്ത് മൊബൈലിൽ ഒരു പാവം പോലെ കണ്ടിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമയം മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കൊരു കാര്യം മാത്രം ഞാൻ ചിന്തിക്കുന്നുള്ളൂ, ഞാൻ എപ്പോഴും ഒരു അച്ഛനാണെന്നുള്ള കാര്യം എൻ്റെ മനസ്സിലുണ്ടാകണം. ഒരു സെമിനാരിക്കാണ് ഞാൻ ചിന്തിക്കുന്നത്, ഒരു സന്യാസിയാണെന്നുള്ള കാര്യം മനസ്സിലുണ്ടാകണം. എന്നിട്ട് ഞാൻ എന്തും ചെയ്തോ കുഴപ്പമില്ല, എപ്പോഴും എനിക്കൊരു ബോധം ഉണ്ടാവണം, ഞാൻ എൻ്റെ അച്ഛനാണ്. അപ്പോൾ അങ്ങനെ ഒരു ബോധം എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈദികന് ചേർന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യത്തുള്ളൂ. എപ്പോൾ ആ ബോധം അല്ലെങ്കിൽ ആ ചിന്ത എന്നിൽ നിന്ന് മാറുന്നു, അപ്പോഴാണ് പലപ്പോഴും പല അപകടങ്ങളിലേക്കും ഈ സന്യാസിനും വൈദികനും ചെന്ന് വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കുന്നത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. സമയം
ഞാൻ ഒരു അച്ഛനാണെന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭംഗിയായിട്ട് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് പേരെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞു 10:30 ശേഷം ചായ കുടിക്കാൻ പോയി. ഇപ്പോൾ നമ്മുടെ ഈ രൂപത ഇപ്പോൾ കൊച്ചി നടുക്ക് അല്ലെങ്കിലും വൈബുകളൊക്കെ ഏറ്റവും ആദ്യം വരുന്ന രൂപതയൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെയുള്ളൊരു യൂത്തിൻ്റെ ഇടയിൽ മക്കളുടെ രാത്രി പോകണ്ട അങ്ങനെയൊക്കെ പറയാനായിട്ട് അച്ഛന് സാധിക്കുമോ? അതോ എങ്ങനെയാണ് അവരുടെ കൂടെ ചേർന്ന് നിൽക്കാനാണോ അച്ഛൻ ശ്രമിക്കാറ്? നമ്മൾ അവരോട് പോകണ്ടെന്ന് പറയാറില്ല. നമ്മൾ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ഇപ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ യൂത്ത് മാത്രമല്ല ഒരു ഇടവകയിലുള്ളത്. അവിടെ പേരൻസ് ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്. ഒരു ഇടവകയിൽ നമ്മളായിരിക്കും നമുക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റും. യൂത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും നമ്മുടെ എതിർപ്പാവും. എല്ലാവരും ഒരുപോലെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലായിരിക്കണം, സ്വീകാര്യമായ രീതിയിലായിരിക്കും ഞാൻ ജീവിച്ച് കാണിക്കേണ്ടത് അല്ലേ. കാരണം ഒരു 10 കഴിഞ്ഞ് പോകുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് പിറ്റേ ദിവസം നമുക്ക് രാവിലെ 5:30 കുർബാനയുണ്ട്. മിക്ക പള്ളിയിൽ രാവിലെ 5:30 കുർബാന ഉള്ളപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് മുമ്പ് ഒരുങ്ങി പ്രാർത്ഥിച്ചാണ് കുർബാന ചൊല്ലുന്നത്. ചിലപ്പോൾ നമ്മൾ 10:30 പുറത്ത് പോകുന്നു, സിനിമ കാണാൻ പോകുന്നു, രാത്രി വൈകി വരുമ്പോൾ ചിലപ്പോൾ ഉറക്കം മര്യാദയ്ക്ക് ശരിയാവണമെന്നില്ല. അപ്പം നമ്മുടെ ഒറ്റ കുർബാന ചൊല്ലലിനെ അത് ബാധിക്കും. മര്യാദയ്ക്ക് ഒരുങ്ങി കുർബാന ചൊല്ലാൻ പറ്റില്ല, ഭക്തിപൂർവ്വം ചൊല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് അധികമുള്ള കറക്കങ്ങൾ, പാതിരാത്രിയുള്ള കറക്കങ്ങൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അവസാനമായിട്ട് അച്ഛൻ എന്താണ് ജെൻസി പിള്ളേരോടൊക്കെ കാണുന്ന നമ്മുടെ പ്രേക്ഷകരോടൊക്കെ എന്താ പറയാനുള്ളത് ലാസ്റ്റായിട്ട്? പറയാനുള്ളത് നിങ്ങളുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അത് ഇന്ന രീതിയിലൂടെ ഒന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സാധിക്കുന്നോ അതിലൂടെ പ്രഘോഷിക്കുക. പിന്നെ എപ്പോഴും സഭയോട് ഈശോയോട് ചേർന്ന് നിൽക്കുക, പള്ളിയോട് ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ കഴിവെല്ലാം ഇടവകയിൽ പുറത്തെടുക്കുക എന്നുള്ളതാണ്. ഇടവകയിൽ എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവായി സംഘടനയുടെ എല്ലാം വളർന്നു വരിക. അത് നമ്മുടെ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിവുകളും ജീവിതം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ പിള്ളേർക്ക് ഈ കാലഘട്ടത്തിന് തോന്നുന്ന ഒന്നാണ് ഒത്തിരി എന്താ പറയുക ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുക. അതിനെയൊക്കെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു കുറേ ബലഹീനതകളുണ്ടല്ലോ, അതിനെയൊക്കെ എങ്ങനെ ഈശോയോട് ചേർന്ന് നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം, അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് എപ്പോഴും നല്ലൊരു സൗഹൃദം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. നല്ല കൂട്ടുകാർ നമുക്ക് ആവശ്യമുണ്ട്. നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ തന്നെ നമുക്ക് പലരും ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അധികം കൂട്ടുകാരൊന്നുമില്ല, നല്ലൊരു അച്ഛനുണ്ടാവും, നല്ലൊരു വികാരിച്ചനോ കൊച്ചച്ഛനോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആയാലൊക്കെ ഉണ്ടാവും. നിങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്യാമെന്നുള്ളതാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന വരില്ല. അതേസമയം ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അയാൾ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറ്റും, നല്ല നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഒരുപാട് ടെംപ്റ്റേഷൻസും പ്രലോഭനമുള്ളതാണ്. പെട്ടെന്ന് നമ്മൾ ചതിക്കുഴിയിൽ വീണ് പോകാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നത് നമുക്ക് പള്ളി തന്നെ, നമ്മുടെ ഇടവകയിൽ നല്ലൊരു ഇപ്പോൾ സംഘടന പ്രവർത്തനം അതിൽ ഇൻവോൾവ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേറെ ഒന്നിലേക്കും തിരിയാനായിട്ട് സാധിക്കില്ല. നമുക്ക് ടൂർണമെൻറ്റ്സ് ഒക്കെ വയ്ക്കാം, കുട്ടികൾ യൂത്തിൻ്റെ ടൂർണമെൻറ്റ് ഇടവക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മറ്റ് പ്രലോഭനങ്ങൾ വീഴാതിരിക്കാനും അതിജീവിക്കാൻ സാധിക്കും. കാരണം എനിക്കൊരു നല്ല യൂത്തുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, കൂട്ടുകാരുണ്ട്, അച്ഛനുണ്ട്, സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് വേറൊരു തെറ്റായ രീതിയിലേക്ക് അവർ പോകാതിരിക്കാനും എപ്പോഴും പള്ളിയോട് ചേർന്ന് നിൽക്കാനും അവരെ കഴിവ് പുറത്തെടുക്കാനായിട്ടും സാധിക്കുന്നു. ഇത്രയും നേരം ഗുഡ്നസ് ടിവിയുമായിട്ട് ചെലവഴിച്ച ബഹുമാനപ്പെട്ട ജിൻസച്ചന് ഒത്തിരി നന്ദി. താങ്ക് യു. ജിൻസച്ചനുമായുള്ള ചോസൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇനി മറ്റൊരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുമായിട്ട് ചോസൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി.